PSC ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. LPOP ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട 30-ലേറെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ആർട്ടിക്കിളുകളെ സംബന്ധിച്ചാണ്. ആർട്ടിക്കിളുകൾ ഓൾറെഡി നമ്മൾ LPOP എക്സാമിന് വേണ്ടി പഠിച്ചതാണെങ്കിൽ കൂടി ഇൻ്റർവ്യൂകളിൽ സാധാരണയായി ചോദിച്ചു വരുന്നതിൽ ഉൾപ്പെട്ടവയാണ് ആർട്ടിക്കിളുകൾ. അത് കുട്ടികളുമായും എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളാണ് സാധാരണയായിട്ട് ഇൻ്റർവ്യൂവിന് ചോദിച്ച് കണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ആർട്ടിക്കിളുകളാണുള്ളത്. ആ 4 പറ്റി അതെന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ആവശ്യകത, ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ക്ലാസ് ആണ് ഇതിലൂടെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ആർട്ടിക്കിൾ എന്നത് ആർട്ടിക്കിൾ 21A എന്നതാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുക എന്നതാണ് ഈ ഒരു ആർട്ടിക്കിളിൻ്റെ പ്രധാന ഉദ്ദേശം. RTE ആക്ട് എന്ന് പറയുന്നത് ഈ ഒരു ആർട്ടിക്കിളാണ്. അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈ ആർട്ടിക്കിൾ 21A ആണ്. ആർട്ടിക്കിൾ 21A guarantees free and compulsory education for children between the age of 6 to 14. 6 to 14 ആണ് ഏജ് ഗ്രൂപ്പ്. പിന്നെ അതുപോലെ തന്നെ ഈ ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് 86th അമെൻമെൻറ്റ് അതിനോട് ചേർന്നാണ് ഈ ആർട്ടിക്കിൾ 21A വരുന്നത്. ഇത് ആഡ് ചെയ്തിട്ടുള്ളത് 2002 ഇതിനോട് ചേർന്ന് പറയാവുന്ന 4 പോയിന്റുകളായിട്ട് പറയുന്നത് ഫസ്റ്റ് വൺ കമ്പൽസറി എഡ്യൂക്കേഷൻ തന്നെയാണ്. കമ്പൽസറി എഡ്യൂക്കേഷനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു പോയിന്റുകൾ ഈക്വൽ ഓപ്പർച്യൂണിറ്റി, അതായത് ഓൾ ചിൽഡ്രൻ ഷുഡ് ഹാവ് ഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ റിഗാർഡ്ലെസ് ഓഫ് കാസ്റ്റ്, ക്ലാസ്, റിലീജിയൻ ഓർ ക്രീഡ്. കാസ്റ്റിൻ്റെയോ ക്ലാസിൻ്റെയോ റിലീജിയൻ്റെയോ ഒന്നും തന്നെ വേർതിരിവില്ലാതെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും നൽകുക എന്നത് ഇതിൽ എൻഷുർ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യമാണ്. അഡ്യൂക്കേറ്റ് ഫെസിലിറ്റീസ് ആണ് മൂന്നാമത്തേത്. ദ ഗവൺമെന്റ് ഷുഡ് പ്രൊവൈഡ് അഡ്യൂക്കേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, ഫെസിലിറ്റീസ് ആൻഡ് ക്വാളിഫൈഡ് ടീച്ചേഴ്സ്. ഇത് മൂന്നും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാദിത്തമായി ആർട്ടിക്കിൾ 21A പറയുന്നു. ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് adequate ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഫെസിലിറ്റീസ് ആൻഡ് ക്വാളിഫൈഡ് ടീച്ചേഴ്സ്. ഫസ്റ്റ് വൺ പറഞ്ഞത് കമ്പൽസറി എഡ്യൂക്കേഷൻ ആണ്. ദ ഗവൺമെന്റ് ആൻഡ് ലോക്കൽ അതോറിറ്റീസ് ആർ റിക്വയർഡ് ടു എൻഷുർ ദാറ്റ് ഓൾ ചിൽഡ്രൻ ഇൻ ദ ഗ്രൂപ്പ് അറ്റൻഡ് സ്കൂൾ ആൻഡ് കംപ്ലീറ്റ് ദെയർ എലിമെന്ററി എഡ്യൂക്കേഷൻ. കമ്പൽസറി ആയി എലിമെന്ററി എഡ്യൂക്കേഷൻ പൂർത്തിയാക്കുക എന്നുള്ളത് ഗവൺമെന്റും ലോക്കൽ അതോറിറ്റീസും ശ്രദ്ധിക്കണമെന്നും 6 to 14 ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാവരും തന്നെ വിദ്യാലയങ്ങളിൽ എത്തിച്ചേരണമെന്നും പറയുന്നു. രണ്ടാമത്തെ ഓൾറെഡി പറഞ്ഞു ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, കാസ്റ്റിൻ്റെയോ ക്ലാസിൻ്റെയോ വ്യത്യാസമില്ലാതെ ഓപ്പർച്യൂണിറ്റീസ്. മൂന്നാമത്തേത് ആഡ്യൂക്കേറ്റ് ഫെസിലിറ്റീസ്. ഇത് മൂന്നുമാണ് നമ്മൾ ആർട്ടിക്കിൾ 21A എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുത്തത് ആർട്ടിക്കിൾ 24. ആർട്ടിക്കിൾ 24 ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ബാലവേല നിരോധനത്തിനാണ്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലി ചെയ്യിക്കുന്നത് തെറ്റായിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ 24 ഉയർത്തിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ബാലവേല നിരോധനം നിർബന്ധമാക്കിക്കൊണ്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നത്. പല ഇടങ്ങളിലും, നമ്മുടെ കേരളത്തിൽ ഇല്ല എന്നേ ഉള്ളൂ, പല സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ തന്നെ മറ്റു പല നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെ ഫാക്ടറീസിലും മൈൻസിലൊക്കെ കുട്ടികളെയാണ് ജോലിക്ക് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം അവിടെ ആ മൈൻസിലൊക്കെ കുറച്ചുകൂടി ആക്സസബിൾ ആയിട്ടുള്ള ചെറിയ കുഴിയിൽ കൂടിയൊക്കെ പോകാനായിട്ട് ചെറിയ കുട്ടികൾക്കാണ് കൂടുതൽ സൗകര്യം. അതുകൊണ്ടാണ് അവർ ചെറിയ കുട്ടികളെ ജോലിക്കായിട്ട് എടുക്കുന്നത്. ഇതെല്ലാം നിരോധിച്ചു കൊണ്ടുള്ള ഒരു നിയമമാണ് ആർട്ടിക്കിൾ 24 പറയുന്നത്. ദിസ് ഇസ് ദ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യസ് പാർട്ട് 3. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെ ഒരു ഭാഗമാണ് ഈ ബാലവേല നിരോധനം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 45. ആർട്ടിക്കിൾ 45
ഫ്രീ എഡ്യൂക്കേഷൻ സംരക്ഷണവുമാണ് പറയുന്നത്. 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആർട്ടിക്കിൾ 45 ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷനും സംരക്ഷണവും നൽകുക എന്നുള്ളതാണ്. സ്റ്റേറ്റ് ഷുഡ് പ്രൊവൈഡ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ എന്നാണ് ആർട്ടിക്കിൾ 45 പറയുന്ന പ്രധാന കാര്യം. ഇത് ആർട്ടിക്കിൾ 45 എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു ഡ്യൂട്ടിയാണ്. അതായത് സ്റ്റേറ്റ് ആണ് ഇവിടെ 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഏർലി ചൈൽഡ്ഹുഡ് കെയറും എഡ്യൂക്കേഷനും നൽകേണ്ട ബാധ്യതയുള്ളത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ആർട്ടിക്കിൾ 51A പറയുന്നത്. ആർട്ടിക്കിൾ 51A മൗലിക ചുമതല, പാരൻസിനുള്ള മൗലിക ചുമതലയാണ് ആർട്ടിക്കിൾ 51A പറയുന്നത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ നൽകണമെന്ന് നമ്മൾ ആർട്ടിക്കിൾ 21A ഓൾറെഡി കണ്ടതാണ് അല്ലെ. എന്നാൽ ഇവിടെ ആർട്ടിക്കിൾ 51A പറയുന്നത് വിദ്യാഭ്യാസം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ ചുമതല രക്ഷിതാക്കൾക്കാണെന്നുള്ളതാണ്. വിദ്യാഭ്യാസം മാത്രമല്ല, അവരുടെ സംരക്ഷണ ചുമതലയും രക്ഷിതാക്കൾക്കാണ്. Parents and guardians have a fundamental duty to provide educational opportunities for their children between the ages of 6 and 40 എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇതും 86 അമെൻമെന്റ് ആക്ടിനോട് ചേർന്ന് വരുന്ന ഒന്നാണ് ആർട്ടിക്കിൾ 51A എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ 4 ആർട്ടിക്കിൾ ഓൾറെഡി കണ്ടു. ഞാനതൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് RTE ആണ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ആണ്. അത് 6 to 14 ഇയേഴ്സിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യമായി നൽകുക എന്നതാണ്. ഈ 6 to 41 ഇയേഴ്സ് വരെയുള്ള കുട്ടികളുടെ സംരക്ഷണ ചുമതല, വിദ്യാഭ്യാസ ചുമതല രക്ഷിതാക്കൾക്ക് നൽകുന്നതാണ് ആർട്ടിക്കിൾ 51A എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 24 എന്നത് ബാലവേല നിരോധനം പറയുന്ന ആർട്ടിക്കിളാണ്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഇവിടെ മുൻനിർത്തി പറയുന്നത്. ലാസ്റ്റ് വൺ ആർട്ടിക്കിൾ 45 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷനും സംരക്ഷണവും സ്റ്റേറ്റിന്റെ കടമയായി പ്രഖ്യാപിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 45. ഈ 4 തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഒരു നോട്ട്ബുക്കിൽ ഈ 4 ആർട്ടിക്കിളുകളും എഴുതി വെക്കുക, അതിൻ്റെ ആവശ്യകത എഴുതി വെക്കുക. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമാകും എന്ന് തന്നെ വിശ്വസിക്കുന്നു.